ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്ഥിത വൈദ്യുതി. ഓക്കെ, സ്ഥിത വൈദ്യുതി. ഇത് വൈദ്യുതിയെ കടത്തി വിടുന്ന വസ്തുക്കളുണ്ട്, വൈദ്യുതിയെ കടത്തി വിടാത്ത വസ്തുക്കളുണ്ട്. ഓക്കെ, അങ്ങനെ വൈദ്യുതിയെ കടത്തി വിടുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാലകങ്ങൾ. അപ്പോൾ വൈദ്യുതിയെ കടത്തി വിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇനി വൈദ്യുതിയെ കടത്തി വിടാത്ത വസ്തുക്കളുണ്ട്, വൈദ്യുതിയെ കടത്തി വിടാത്ത വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ വിദ്യുത് രോധികൾ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള വൈദ്യുതിക്ക് രണ്ട് വിഭാഗങ്ങളാണുള്ളത്. അപ്പോൾ വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെ? ഒന്ന് സ്ഥിത വൈദ്യുതി, മറ്റൊന്ന് ധാരാവൈദ്യുതി. അപ്പോൾ വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സ്ഥിത വൈദ്യുതി, മറ്റൊന്ന് ധാരാവൈദ്യുതി. ഓക്കെ, അങ്ങനെ ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്നൊരു പ്രവർത്തനമുണ്ട്, അതാണ് വൈദ്യുതീകരണം എന്ന് പറയും. അപ്പോൾ ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് വൈദ്യുതീകരണം. ഓക്കെ, അങ്ങനെ വൈദ്യുതിയെ കടത്തി വിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേര് ചാലകങ്ങൾ, വൈദ്യുതിയെ കടത്തി വിടാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേര് ഇൻസുലേറ്ററുകൾ. അങ്ങനെ വൈദ്യുതിയുടെ രണ്ട് വിഭാഗങ്ങൾ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സ്ഥിത വൈദ്യുതി, മറ്റൊന്ന് ധാരാവൈദ്യുതി. അങ്ങനെ ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമുണ്ട്, അതാണ് വൈദ്യുതീകരണം എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരം വൈദ്യുതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥിത വൈദ്യുതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ വൈദ്യുത ചാർജിന് കുറേ സവിശേഷതകളുണ്ട്. ഒന്നാമത്, ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു. ഓക്കെ, രണ്ട്, വിജാതീയ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ പരസ്പരം ആകർഷിക്കുന്നു. സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. അപ്പോൾ ചാർജുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ ആകർഷിക്കുന്നു, വിജാതീയ ചാർജുകൾ വ്യത്യസ്തയിനം ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു, സജാതീയ ചാർജുകൾ മീൻസ് ഒരേപോലുള്ള ചാർജുകൾ തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യും? വികർഷിക്കുന്നു. ഓക്കെ, ഇതാണ് വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ. ഇങ്ങനെയുള്ള വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റ് ഉണ്ട്. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. വൈദ്യുത ചാർജ് അളക്കുന്ന യൂണിറ്റാണ് കൂളോം. ഓക്കെ, ഇനിയുണ്ട്, നമ്മൾ ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ, ഗ്ലാസ് ദണ്ട് സിൽക്കുമായി ഉരസുമ്പോൾ ഗ്ലാസ്സിന് ലഭിക്കുന്ന ചാർജ്, ഗ്ലാസ് ദണ്ടിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവും സിൽക്കിന് ലഭിക്കുന്ന ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസുമ്പോൾ ഗ്ലാസ് ദണ്ടിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഓക്കെ, അങ്ങനെ സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്, അതാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും. അപ്പോൾ ഉരസൽ മൂലം വസ്തുക്കൾക്ക് എന്ത് ലഭിക്കും? ചാർജ് ലഭിക്കും. അപ്പോൾ ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസുമ്പോൾ ഗ്ലാസ് ദണ്ടിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും ലഭിക്കും. ഇങ്ങനെയുള്ള സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണമുണ്ട്, അതാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയും. അങ്ങനെ ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, മറ്റൊരു ആറ്റത്തിന് ഇലക്ട്രോൺ ലഭിക്കും. ഓക്കെ, അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന വസ്തുവിൻ്റെ ചാർജ് നെഗറ്റീവായിരിക്കും. അപ്പോൾ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന വസ്തുവിൻ്റെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന ആറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു വസ്തുവിലെ ചാർജ് നമ്മൾ നിർവീര്യമാക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ഡിസ്ചാർജിങ് എന്ന് പറയും. അപ്പോൾ ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജിങ്. അങ്ങനെ ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമുണ്ട്. അപ്പോൾ ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥിത വൈദ്യുത പ്രേരണം. അപ്പോൾ ചാർജ് ചെയ്ത വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയും. അങ്ങനെ ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന രീതിയുണ്ട്, അതാണ് എർത്തിങ് എന്ന് പറയും. അങ്ങനെ ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് എർത്തിങ് എന്ന് പറയും. അങ്ങനെ ഒരു ഇലക്ട്രോസ്കോപ്പിനെ നമ്മൾ പ്രേരണം വഴി ഏറെ നേരം
നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തു ഏതാണോ അതിൻ്റെ വിപരീത ചാർജായിരിക്കും. ഓക്കെ, അങ്ങനെ വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്നൊരു സംവിധാനമുണ്ട്. വൈദ്യുത ചാർജ് സംഭരിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്, അതാണ് കപ്പാസിറ്റർ എന്ന് പറയും. അങ്ങനെ ഒരു കപ്പാസിറ്ററിനെ ചാർജ് സംഭരിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ട് അല്ലെങ്കിൽ ശേഷിയുണ്ട്, അതിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിച്ചു വയ്ക്കാൻ കഴിവുള്ള അല്ലെ ശേഷിയാണ് അല്ലെ കഴിവാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. ഇങ്ങനെയുള്ള കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി കടത്തിവിടാത്ത ഒരു വസ്തുണ്ട്, ദാറ്റ് ഈസ് ഒരു ഇൻസുലേറ്റർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഇൻസുലേറ്ററിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിന്നൽ അല്ലെങ്കിൽ ലൈറ്റ്നിങ് എന്ന് പറയും. അപ്പോൾ എന്താ ലൈറ്റ്നിങ് അല്ലെ മിന്നൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജിനെ വിളിക്കുന്ന പേരാണ് മിന്നൽ. ഇനിയുണ്ട് ഇടിനാദം. ഇടിനാദം എന്ന് വെച്ചാൽ മിന്നലിനോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനത്തെ വിളിക്കുന്ന പേരാണ് ഇടിനാദം. ഇങ്ങനെയുള്ള വൈദ്യുത ചാർജിൻ്റെ വിതരണമുണ്ട്. വൈദ്യുത ചാർജിൻ്റെ വിതരണം വെച്ചാൽ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ വൈദ്യുത ചാർജിൻ്റെ വിതരണത്തിൽ ഒന്നാമത്തെ പ്രത്യേകത വെച്ചാൽ ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ എവിടെ ആയിരിക്കും? ഉപരിതലത്തിൽ മാത്രമായിരിക്കും. ഇനി ഈ കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാനുള്ള സംവിധാനമാണ് മിന്നൽ രക്ഷാചാലകം എന്ന് പറയും. ഇടിമിന്നലിൽ നിന്നും രക്ഷ നേടാനുള്ള സംവിധാനം ഏതാണെന്ന് വെച്ചാൽ അത് മിന്നൽ രക്ഷാചാലകമാണ്. ഓക്കെ, അങ്ങനെ എർത്ത് ചെയ്ത മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ മേഘങ്ങളിൽ സ്വരൂപിക്കപ്പെടുന്ന ചാർജ് ഏതാണോ അതിൻ്റെ വിപരീത ചാർജ് സംഭരിക്കപ്പെടുകയും മേഘങ്ങളിൽ നിന്നും വരുന്ന ചാർജിനെ നിർവീര്യമാക്കുകയും ചെയ്യും. ഇതാണ് മിന്നൽ രക്ഷാചാലകത്തിൻ്റെ പ്രവർത്തനം വെച്ചാൽ. അങ്ങനെയുള്ള മിന്നൽ രക്ഷാചാലകം നല്ലതുപോലെ എർത്ത് ചെയ്തിരിക്കണം എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അല്ലെങ്കിൽ നന്നായി എർത്ത് ചെയ്യാത്ത മിന്നൽ രക്ഷാചാലകം കൊണ്ട് ഒത്തിരിയേറെ ദോഷങ്ങളാണ് നമുക്കുള്ളത്. അല്ലെങ്കിൽ മിന്നൽ രക്ഷാചാലകം നല്ലതുപോലെ എർത്ത് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം ആവശ്യമായ അളവിൽ ഇലക്ട്രോണുകളെ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് വിട്ടുകൊടുക്കപ്പെടുകയോ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ വൈദ്യുത ചാർജ് രണ്ടുമുണ്ട്, പോസിറ്റീവ് ചാർജുണ്ട് നെഗറ്റീവ് ചാർജുണ്ട്. അങ്ങനെ വൈദ്യുത ചാർജിനെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഇങ്ങനെയുള്ള മിന്നൽ രക്ഷ അല്ലെങ്കിൽ മിന്നലേറ്റാൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികൾ ഏതൊക്കെയാണ്? ഒരാൾക്കിപ്പോൾ മിന്നലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മിന്നലേറ്റയാളെ വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നിവർത്തി കിടത്തണം. രണ്ടാമത്തെ, ശരീരത്തിലെ രക്തം തണുത്തുറഞ്ഞു പോകാതിരിക്കാൻ ശരീരം മുഴുവൻ തിരുമ്മി ചൂട് പിടിപ്പിക്കണം. മൂന്നാമത്തെ, ശ്വാസോച്ഛ്വാസം നിലച്ചു പോകാതിരിക്കാൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ഓക്കെ, ഇതാണ് മിന്നലേറ്റാൽ ചെയ്യേണ്ട പ്രാഥമിക നടപടികൾ. പിന്നെ പറഞ്ഞുള്ളത് ഹൃദയമിടിപ്പ് നിലച്ചു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിൽ ശക്തിയായി അമർത്തണം. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.